റമദാനിലെ രണ്ടാമത്തെ 10 ദിവസത്തിലെ ഓരോ നിമിഷത്തിനും നീ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്, നീ എന്നോടൊന്ന് ചോദിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ 10 അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ 10 ദിവസമുണ്ടല്ലോ, അതിലെ ഓരോ നിമിഷവും പാപമോചനമാണ്, അതിലെ ഓരോ സെക്കൻഡും പാപമോചനമാണ്. 14,400 മിനിറ്റുകളിൽ 1 മിനിറ്റ് മതി സഹോദരാ നിന്റെ പാപമൊന്ന് കഴുകിക്കളയാറ്. പടച്ചവനെ നടുറോഡിൽ ഇരുന്ന് കൊണ്ട് വെയിലത്തിരുന്ന് ദുആ ചെയ്യാ പറഞ്ഞില്ല, AC റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഏറ്റുപറയാറ്. പടച്ചവനെ, പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ്. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാ, ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ഒരാളുമില്ലടോ, പാപം ചെയ്യാത്ത ഒരാളുമില്ലടോ. എങ്കിലും പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏറ്റു പറയുന്നവനാണ്. പടച്ചവനെ, ഒരു പേടിയും വേണ്ട. അല്ലാഹുവേ, പാപത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് വലിയ പാപമാണ്. അത് സാധാരണ ഒരു പാപമല്ല. തെറ്റ് ചെയ്തിട്ട് ആ പാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ആ പാപം എന്തുകൊണ്ടാണ് റബ്ബിനോട് ഏറ്റുപറയാത്തത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹ് തന്നെ പറയുകയാ, നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, അവരെത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, കള്ള് കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോടൊന്ന് പറയാ നബിയേ, എന്നെക്കാലം പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ലല്ലോ. ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ. വഅദ കേൾക്കാമെന്ന് പെങ്ങള്, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. 100 കൊല ചെയ്തവന് അല്ലാഹു പുറത്തു കൊടുത്തവനാണ്. പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ. ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ചോദിക്കും, ഉസ്താദേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്താൽ, പെങ്ങളെ എവിടെ ഇരുന്ന് ദുആ ചെയ്താലും ആമീൻ പറയാൻ ആളില്ലെന്ന് നീ പ്രയാസപ്പെടണ്ട, ആമീൻ പറയാൻ ആളില്ലെന്ന് നീ സങ്കടപ്പെടണ്ട. ആരാ ആമീൻ പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ സാധാരണ മലക്കുകളല്ല. അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരുന്ന മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഇനി 30 ദിവസം നിങ്ങൾക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. ഇനി 30 ദിവസം നിങ്ങൾ എന്നെ വാഴ്ത്തണ്ട, എന്നെ പുകഴ്ത്തണ്ട, നിങ്ങൾക്ക് ഇനി ഒരേ ഒരു ജോലിയേ ഉള്ളൂ. ഇനി റമദാനിന്റെ 30 ദിവസം അല്ലാഹുവിന്റെ മലക്കുകളുടെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അടിമകൾ ദുആ ചെയ്താ മലക്കുകളെ നിങ്ങൾ ആമീൻ പറയണേ. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ കോടാനുകോടി വരുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയുകയാണ്. നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ,
കാണിക്കാൻ, അല്ലാഹു നമ്മളോട് കരുണ കാണിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ആമീൻ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്നു കൊണ്ട് റമദാനിന്റെ രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10 വിട പറയാറ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ നിനക്കൊന്ന് ഏറ്റുപറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാനും നിങ്ങളും അങ്ങനെ ഇരുന്ന് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയാ. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ഞാൻ ഇന്ന് ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്ന് തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ തമ്പുരാന്, സിറാജിനോട് കരുണ കാണിക്കണേ തമ്പുരാന്. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ സിറാജിന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ.